എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷകൾ മാർച്ച് 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതായത് ഇനി 2 ദിവസം കൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾക്കായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് SSLC പരീക്ഷയിൽ A+ മുതൽ D+ വരെ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്കാണ് ഞാൻ വാങ്ങിക്കേണ്ടത്, അതുപോലെ തന്നെ CE മാർക്ക് കൂട്ടാതെ എത്ര മാർക്ക് വാങ്ങിക്കണം, അതുപോലെ CE മാർക്ക് കൂട്ടിയിട്ടാണെങ്കിൽ എത്ര മാർക്കാണ് ടോട്ടലായിട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ SSLC പരീക്ഷയിലെ 40 മാർക്കിൻ്റെ വിഷയം ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഞാൻ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു SSLC പരീക്ഷ ജയിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, 40 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ അതിൽ 10 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 50 മാർക്കിലാണ് പരീക്ഷയും അതുപോലെ തന്നെ CE മാർക്ക് ഉൾപ്പെടെ ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10 മാർക്ക് ഫുൾ CE മാർക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ 5 മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് ജയിക്കുകയുള്ളൂ. അതായത് 50ൻ്റെ 30% മാർക്ക് ആണ് ജയിക്കാനായിട്ട് വേണ്ടത്. 30% എന്ന് പറയുമ്പോൾ 15 മാർക്കാണ്. അപ്പോൾ 15 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൽ 10 മാർക്ക് CE മാർക്ക് ഫുൾ കിട്ടുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു 5 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചാൽ ജയിക്കുകയുള്ളൂ. ഇനി അതേസമയം നിങ്ങൾക്ക് 7 മാർക്കാണ് CE മാർക്കിനത്തിൽ കിട്ടുകയുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ 8 മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിലേ 15 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ CE മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ് 5 മാർക്ക് കിട്ടിയാൽ ജസ്റ്റ് പാസ്, അതായത് D+ ഗ്രേഡ് കിട്ടി ജയിക്കുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു A+ ഗ്രേഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു 35 മാർക്കെങ്കിലും മിനിമം നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുകയുള്ളൂ. അതായത് പരീക്ഷയിൽ 35 മാർക്ക് 40-ൽ വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് ഒരു A+ ഗ്രേഡെങ്കിലും കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100-ലാണ് വരുന്നത്. അപ്പോൾ ഈ 100 മാർക്കിൻ്റെ 30%, അതായത് 30% മാർക്ക് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 30 മാർക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഈ 30 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത് 10 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചാൽ നിങ്ങൾ ജയിക്കുകയുള്ളൂ. ഇനി അതേസമയം നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടില്ല, ഒരു 17 മാർക്കേ കിട്ടത്തുള്ളൂ എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ഇതിന് 17 മാർക്ക് CE കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു 13 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ എഴുതിയിട്ട് വാങ്ങേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് CE മാർക്കിനത്തിൽ കുറയാൻ സാധ്യതയുണ്ട്, ആ ഒരു കുറയുന്ന മാർക്ക് അത്രയും നിങ്ങൾ എഴുതിയിട്ട് വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടിയിട്ട് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് A+ ഗ്രേഡ് വാങ്ങണം എന്നാണെങ്കിൽ നിങ്ങളൊരു 70 മാർക്കോ അതിന് മുകളിലോട്ടോ നിങ്ങൾ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ്, അതായത് എഴുതിയിട്ട് പരീക്ഷയിൽ 70 അതിന് മുകളിലോട്ടോ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു SSLC പരീക്ഷയിൽ A+ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ CE മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ് 5-10 മാർക്ക് കിട്ടിക്കാൻ ജസ്റ്റ് പാസ്സാവുമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് ജസ്റ്റ് പാസ്സാവുന്നതിന് വേണ്ടിയുള്ള മാർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് SSLCക്ക് ശേഷം പിന്നീട് +1-ലൊക്കെ നല്ല കോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗ്രേഡ് തന്നെ, അതായത് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പരീക്ഷയിൽ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് A+ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്ക് വായിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A+ ഗ്രേഡാണ് കിട്ടേണ്ടത് എങ്കിൽ നമുക്ക് CE മാർക്ക് ഇവിടെ കൂട്ടാതെ നിങ്ങൾ എത്ര മാർക്ക് ജയിക്കാനായിട്ട് മാത്രം വായിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ CE മാർക്ക് കൂട്ടാതെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് നമ്മൾ നോക്കുന്നത് എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 36 മുതൽ 40 വരെ കിട്ടിയാലാണ് A+ കിട്ടുക. 31 മാർക്ക് മുതൽ 35 വരെ കിട്ടിയാലാണ് A ഗ്രേഡ്. 26 മുതൽ 30 വരെ മാർക്ക് കിട്ടിയാലാണ് B+ ഗ്രേഡ്. 21 മുതൽ 25 വരെ കിട്ടിയാലാണ് B ഗ്രേഡ്. അതുപോലെ 16 മുതൽ 20 വരെ മാർക്ക് കിട്ടിയാലാണ് C+ ഗ്രേഡ്. അതുപോലെ 11 മുതൽ 15 വരെയാണ് നിങ്ങൾക്ക് C ഗ്രേഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു D+ ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് മുതൽ 10 മാർക്ക് വരെ നേടിയിട്ടുണ്ടായിരിക്കണം 40 മാർക്ക് സബ്ജക്റ്റിൽ. അതുപോലെ D ഗ്രേഡും E ഗ്രേഡും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് 80 മാർക്ക് സബ്ജക്റ്റാണ്. ഇവിടെ ഞാൻ CE
മാർക്ക് കൂട്ടാതെ നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കേണ്ടതാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് CE മാർക്ക് കൂട്ടാതെ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 72 മുതൽ 80 വരെ കിട്ടിയാലാണ് A+ കിട്ടുക. 64 മുതൽ 71 വരെ മാർക്ക് കിട്ടിയാൽ A ഗ്രേഡ് കിട്ടും. 56 മുതൽ 63 വരെ മാർക്ക് കിട്ടിയാൽ B+ ഗ്രേഡ്. 48 മുതൽ 55 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് B ഗ്രേഡ്. 40 മുതൽ 47 വരെ മാർക്ക് കിട്ടിയാൽ C+ ഗ്രേഡ്. 32 മുതൽ 39 വരെ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് C ഗ്രേഡ്. 24 മുതൽ 31 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ ഗ്രേഡ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 16 മുതൽ 23 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D ഗ്രേഡ്. 0 മുതൽ 15 വരെ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് E ഗ്രേഡ് എന്നിങ്ങനെയാണ് കിട്ടുക. ഈ ഒരു DO EO കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ടാണ് കണക്കാക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CE മാർക്ക് ഉൾപ്പെടെ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ വേണ്ടത് എന്ന് നോക്കാം. ഈ ഒരു CE മാർക്ക് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ 40 മാർക്കിൻ്റെ കൂടെ 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 50ലാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ CE മാർക്ക് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് CE കിട്ടാൻ സാധ്യതയുണ്ട് അത് ടോട്ടലായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്കിൻ്റെ ഏത് റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത് എന്ന് നോക്കി നിങ്ങളുടെ ഗ്രേഡ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 45 മുതൽ 50 വരെ CE ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ A+ ഗ്രേഡാണ് 40 മാർക്ക് വിഷയത്തിൽ കിട്ടുക. അതുപോലെ 40 മുതൽ 44 വരെ മാർക്ക് കിട്ടിയാൽ A ഗ്രേഡും. 35 മുതൽ 39 വരെ കിട്ടിയാൽ B+ ഗ്രേഡ്. 30 മുതൽ 34 വരെ കിട്ടിയാൽ B ഗ്രേഡ്. 25 മുതൽ 29 വരെ കിട്ടിയാൽ C+ ഗ്രേഡ്. 20 മുതൽ 24 വരെ കിട്ടിയാൽ C ഗ്രേഡ്. 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ D+ ഗ്രേഡ്. 10 മുതൽ 14 വരെ മാർക്ക് കിട്ടിയാൽ D ഗ്രേഡ്. അതുപോലെ തന്നെ 0 മുതൽ 9 വരെ കിട്ടിയാൽ E ഗ്രേഡ്. ഈ ഒരു DO EO കിട്ടിയാൽ നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 80 മാർക്കും അതിൻ്റെ കൂടെ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100ലാണ് വരുന്നത്. അപ്പോൾ 100ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഒരു A+ മുതൽ D+ വരെ കിട്ടുമെന്ന് നോക്കാം. അതുകൂടാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് പരീക്ഷയിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ 20 മാർക്ക് CE കിട്ടാൻ സാധ്യതയുണ്ട്. എത്രയാണ് CE കിട്ടാൻ സാധ്യത ആ ഒരു മാർക്ക് കൂടി ഉൾപ്പെടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ആ ഒരു കിട്ടിയ മാർക്ക് ഈ ഒരു റേഞ്ചിൽ എവിടെയാണ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ 90 മുതൽ 100 വരെ കിട്ടിയാൽ A+ ഗ്രേഡ്. 80 മുതൽ 89 വരെ കിട്ടിയാൽ A ഗ്രേഡ്. 70 മുതൽ 79 വരെ കിട്ടിയാൽ B+ ഗ്രേഡ്. 60 മുതൽ 69 വരെ കിട്ടിയാൽ B ഗ്രേഡ്. 50 മുതൽ 59 വരെ കിട്ടിയാൽ C+ ഗ്രേഡ്. 40 മുതൽ 49 വരെ കിട്ടിയാൽ C ഗ്രേഡ്. 30 മുതൽ 39 വരെ കിട്ടിയാൽ D+ ഗ്രേഡാണ് കിട്ടുക. അതിനുശേഷം നിങ്ങൾക്ക് 30 മാർക്കിന് താഴെ 29 മുതൽ 20 വരെ കിട്ടിക്കഴിഞ്ഞാലും D ഗ്രേഡോ അല്ലെങ്കിൽ 0 മുതൽ 19 വരെ കിട്ടിയാൽ നിങ്ങൾക്ക് E ഗ്രേഡോ ആണ് കിട്ടുക. ഈ ഒരു DO EO ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളെ കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേഡ് കൂടുന്നുവോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പിന്നീട് +1 അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സിലും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് അല്പം വൈകും. അതുപോലെ തന്നെ നല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം കൂടുതൽ ഗ്രേഡ് വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേഡാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഗ്രേഡ് തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.